അടുത്ത നമ്മുടെ തിയറി നമ്മൾ മെമ്മറി ഇന്റലിജൻസ് തിയറീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത നമ്മൾ പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്, അതാണ് ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്. ഈ തിയറിക്ക് 3 പേര് വേറെ ഉണ്ട്. അതായത് നമ്മൾ പറയും ഇതിനെ SOI മോഡൽ ഓഫ് ഇന്റലക്ട്സ് പറയും, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് എന്നും പറയും, അല്ലെങ്കിൽ പറയുന്നത് 3D മോഡൽ ഓഫ് ഇന്റലിജൻസ് എന്നാണ്. ഇത് 3 പേരിൽ പറഞ്ഞാലും എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ആണ് പറയുന്നത്. അപ്പം ഈ തിയറി പ്രപ്പോസ് ചെയ്തത് ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. സൈക്കോളജിസ്റ്റിന്റെ പേര് ജോയ് പോൾ ഗിൽഫോർഡ് എന്നാണ്. അപ്പം ജോയ് പോൾ ഗിൽഫോർഡ് ശാസ്ത്രീയമായിട്ട് ബുദ്ധിയെ കുറിച്ച് പഠിക്കുകയും അതുകൊണ്ട് അറിയപ്പെടുകയും ചെയ്ത ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഈ ജോയ് പോൾ ഗിൽഫോർഡ്. ഓക്കെ, വളരെ ചെറുപ്പത്തിൽ തന്നെ എന്താ പറയാ, ഓരോരുത്തരെയും ബുദ്ധിപരമായിട്ട് വ്യത്യസ്തരാക്കുന്നത് എന്താണ് എന്ന് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ഒരു കോൺഫറൻസിൽ പേപ്പർ പ്രസന്റ് ചെയ്യുകയും ചെയ്ത ഒരു സൈക്കോളജിസ്റ്റ് ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഗിൽഫോർഡ്. അപ്പൊ ഗിൽഫോർഡിന്റെ ഇന്റലിജൻസ് മോഡൽ അനുസരിച്ച് ഇന്റലിജൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഫാക്ടർ ആയിട്ടല്ല, 3 ഡയമെൻഷൻസ് ആയിട്ടാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ 3D മോഡൽ എന്ന് പറയുന്നത്. സോറി, സോ 3D മോഡൽ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയാൻ കാരണവും അത് തന്നെയാണ്. അപ്പം ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാക്ടർ അല്ല, ഒരുപാട് ഘടകങ്ങൾ കൂടി ചേരുന്നതാണ് ഇന്റലിജൻസ് എന്നാണ് നമ്മുടെ JP ഗിൽഫോർഡ് വാദിച്ചത്. സോ ഇതിനെ നമ്മൾ ഈ മോഡലിനെ പറയുന്നത് തന്നെ ബുദ്ധിയുടെ ത്രിമാന മാതൃക. ത്രിമാന എന്ന് പറയുന്നത് 3 ഡയമെൻഷൻസിനെയാണ് ഈ 3 ഒരു തലങ്ങളിലുള്ള, ഓക്കെ, അതാണ് ഡയമെൻഷൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബുദ്ധിയുടെ ത്രിമാന മാതൃക എന്നാണ് ഈ തിയറി അറിയപ്പെടുന്നത്. അപ്പൊ ആ 3 മാനങ്ങൾ ഏതാണ്? ആ 3 മാനങ്ങളാണ് ഗിൽഫോർഡ് പറഞ്ഞ പേരുകൾ. ആ 3 മാനങ്ങൾക്ക് കൊടുത്ത പേരുകളാണ് ഓപ്പറേഷൻസ്, കണ്ടൻസ്, പ്രോഡക്ട്സ്. ഓക്കെ, ഓർത്തിരിക്കണം. ഇത് ഏതാണ്? 3 മാനങ്ങളാണ് ബുദ്ധിക്കുള്ളത്. 1 ഓപ്പറേഷൻസ്, 2 കണ്ടൻസ്, 3 പ്രോഡക്ട്സ്. അപ്പം ഈ 3 മാനങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇത് ഗിൽഫോർഡ് പ്രപ്പോസ് ചെയ്തത് അഗൈൻ നമ്മൾ മുന്നേ പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറി ഓഫ് ഫാക്ടർ അനാലിസിസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഗിൽഫോർഡും ഈ ബുദ്ധിയുടെ 3 ഡയമെൻഷണൽ മോഡല് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ നമുക്ക് നോക്കാം, ഓപ്പറേഷൻസ്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ മെന്റൽ പ്രോസസ്സസ് വി യൂസ് ഇൻ ഹാൻഡ്ലിംഗ് ഇൻഫർമേഷൻ കംപ്രൈസിങ് ഓഫ് 6 ടൈപ്സ്. അപ്പം ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്താ പറയാ, ഇൻഫർമേഷൻ നമുക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇൻഫർമേഷൻ വരുമ്പോൾ അതിനെ നമ്മൾ പ്രോസസ് ചെയ്യുന്ന മെന്റൽ പ്രോസസ് ചെയ്യുന്നത്, അതായത് നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആക്ട് ഓഫ് തിങ്കിങ്, ഇതിനെ ജനറൽ ആയിട്ട് നമ്മുടെ ഒരു ഇന്റലക്ച്വൽ പ്രോസസ്സാണ് എന്ത്? ചിന്തിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയൊക്കെ, ഏതൊക്കെ തലങ്ങളിൽ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിനെ പ്രോസസ് ചെയ്യുന്നു എന്നതാണ് ഈ ഓപ്പറേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെന്റൽ പ്രോസസ്സസ് ആണ് എന്ത് ഉദ്ദേശിക്കുന്നത്? ഈ ഓപ്പറേഷൻസ് എന്ന് പറയുന്നതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെന്റൽ പ്രോസസ്സസ് എന്തൊക്കെയാണുള്ളത്? ഒന്നുള്ളത് എന്താ? കോഗ്നിഷൻ. 6 പ്രോസസ്സസ് ഉണ്ടെന്നാണ് പറയുന്നത്. ചിലടത്ത് ഈ മെമ്മറി റെക്കോർഡിങ്ങും മെമ്മറി റീടെൻഷനും ഒരുമിച്ച് മെമ്മറി എന്നൊരു യൂണിറ്റ് കൊടുത്തും കാണാം. അല്ലെങ്കിൽ നമുക്ക് 6 ടൈപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ 6 രീതിയിലാണ് നമ്മൾ ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പറയാം. ഒന്നാമത്തെ എന്താണ്? കോഗ്നിഷൻ. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും, ഇതെല്ലാം മീൻസ് നമ്മൾ എന്താ പറയാ, അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് അതിനെ മനസ്സിലാക്കുന്നതിനെയാണ് കോഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പുതിയൊരു ഇൻഫർമേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും? ആ കാര്യത്തെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കാനും അതിൽ നിന്നും നമുക്ക് എന്ത് നോളജ് ഉൾക്കൊള്ളാനുമായിട്ട് ശ്രമിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? അതെന്താ സംഭവിക്കുന്നത്? എങ്ങനെയാണ്? മെന്റലി ആണ് സംഭവിക്കുന്നത്, അല്ലെ? സോ അതാണ് എന്ത്? കോഗ്നിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. രണ്ടാമത്തെ പ്രോസസ്സ് എന്താണ്? മെമ്മറി റെക്കോർഡിംഗ്. മെമ്മറി റെക്കോർഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ എബിലിറ്റി ടു സ്റ്റോർ ഇൻഫർമേഷൻ. നമ്മൾ ഭാവിയിലേക്കുള്ള ഉപയോഗത്തിനായിട്ട് നമ്മളിപ്പം കിട്ടുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാണ് നമ്മുടെ മെമ്മറിയിൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെമ്മറി റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു പ്രോസസ് ഉണ്ട് മെമ്മറി റിലേറ്റഡ്. എന്താണ്? മെമ്മറി റീടെൻഷൻ. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആവശ്യമുള്ളപ്പോൾ രണ്ടാമത് ആലോചിച്ചെടുക്കാൻ പറ്റണം, അല്ലെ? എബിലിറ്റി ടു റീകോൾ ഇൻഫർമേഷൻ വെൻ റിക്വയർഡ്. അതാണ് എന്ത്? മെമ്മറി റീടെൻഷൻ. പിന്നെ പറയുന്ന അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നതാണ്
ഡൈവേർജന്റ് പ്രൊഡക്ഷൻ. ഡൈവേർജന്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് അബൌട്ട് ജനറേറ്റിംഗ് മൾട്ടിപ്പിൾ ഐഡിയാസ് ഓർ സൊല്യൂഷൻസ് ഫോർ എ സിംഗിൾ പ്രോംപ്റ്റ്. അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന്, ഒരു പ്രശ്നത്തിന് നമ്മൾ എന്താണ് ആലോചിക്കുന്നത്, അതിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാം, അല്ലെ? ഒരു സൊല്യൂഷൻ ആണോ ആദ്യം നമ്മൾ ആലോചിക്കുന്നത്? അല്ല, നമ്മൾ വിചാരിക്കുക എന്താ, ഇതിനെ ഇങ്ങനെ ചെയ്താലോ, അല്ല അതിലും നല്ലത് ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. അപ്പം എന്താണ്, നമുക്കുള്ളൊരു സൊല്യൂഷന് നമ്മൾ എന്താ ചെയ്യുന്നത്, പല സൊല്യൂഷൻസ് കണ്ടുപിടിക്കുകയാണ്. നമ്മുടെ ഒരു പ്രോബ്ലത്തിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇതിനെ നമ്മൾ വേറൊരു പേര് കൊണ്ട് പറയും, അത് ക്രിയേറ്റിവിറ്റിയും കൂടിയാണ്, അല്ലേ? സോ അതിനെയാണ് നമ്മൾ ഡൈവേർജന്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഡൈവേർജന്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുന്നതാണ് കൺവേർജന്റ് പ്രൊഡക്ഷൻ. കൺവേർജന്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡൈവേർജന്റ് പ്രൊഡക്ഷനിൽ എന്താ പറഞ്ഞത്? നമ്മൾ ഒരു പ്രശ്നം കണ്ടു, അതിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡിൽ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം എന്ന് പറയുന്നതാണ് ഡൈവേർജന്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ കൺവേർജന്റ് പ്രൊഡക്ഷൻ എന്തായിരിക്കും? നമുക്ക് പല സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു പ്രശ്നത്തിന് പല സൊല്യൂഷൻസ് ഉണ്ട്, പക്ഷെ അതിൽ ഏറ്റവും ബെസ്റ്റ് ഈ സൊല്യൂഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സൊല്യൂഷനെ, ഒത്തിരി ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺവേർജന്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡൈവേർജന്റും കൺവേർജന്റും ഓപ്പോസിറ്റ് ആണ്. ഡൈവേർജന്റ് എന്ന് പറയുന്നത് നമുക്ക് ആലോചിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. അതായത് ഒരു പ്രശ്നം നമുക്ക് ആദ്യം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അതിന് പറ്റിയ സൊല്യൂഷൻസ് എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും. ഇങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ചെയ്താലോ, അല്ലേ? പക്ഷേ ഈ സൊല്യൂഷൻസ് എല്ലാം കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ? ഇല്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഏത് സൊല്യൂഷൻ ആണ് അതിൽ ബെസ്റ്റ് എന്ന് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് അപ്ലൈ ചെയ്യണം. അപ്പൊ ലോജിക്കലി ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ആ പ്രോബ്ലം സോൾവ് ചെയ്യാണ് കൺവേർജന്റ് പ്രൊഡക്ഷനിലൂടെ. ഓക്കെ, പിന്നെ എന്താണ് ലാസ്റ്റ് പോയിന്റ്? ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എത്രമാത്രം അതിന് നമ്മൾ മൂല്യം കൊടുക്കണം, അത് വാലിഡ് ഇൻഫർമേഷൻ ആണോ? ഇപ്പൊ നമ്മൾ ചിലർ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും, ഓ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതിൽ കഥയൊന്നുമില്ല, അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല. എന്നാൽ ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓരോ വാക്കിലും ഒത്തിരി അർത്ഥം അടങ്ങിയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ, അതിലൊരു ആക്യുറസി നമുക്ക് കാണാം, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ എത്ര ശരിയാണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ നമ്മൾ ആ ഇൻഫർമേഷനെ പ്രോസസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മുടെ ഗിൽഫർഡ് മോഡലിന്റെ ആദ്യത്തെ തലം, 3D മോഡലിലെ ആദ്യത്തെ തലമാണ് ഈ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻസ് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മുടെ മനസ്സിൽ നടക്കുന്ന പ്രോസസ്സ്, ഇപ്പൊ ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ നടക്കുന്ന പ്രോസസ്സസിനെയാണ് നമ്മൾ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ 6 തരം പ്രോസസ്സസ് ആണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ. ഒരു വ്യക്തി ഇപ്പം ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യുന്ന 6 തരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കൊഗ്നിഷൻ, അതിനെ മനസ്സിലാക്കാനും അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ശ്രമിക്കുന്നത്. 2 എന്താ? മെമ്മറി റെക്കോർഡിങ്, അതായത് അത് നമ്മുടെ മെമ്മറിയിലോട്ട് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്നത്, ആവശ്യമുള്ളപ്പോൾ റീടെൻഷൻ, അല്ലെ, തിരിച്ചു വിളിക്കാൻ പറ്റുന്നത്. പിന്നെ എന്താണ്? ഡൈവേർജന്റ് പ്രൊഡക്ഷൻ. നമ്മൾ ഇതൊക്കെ ആലോചിക്കുക, അല്ലെ? ഒരു ഇൻഫർമേഷൻ കിട്ടി, ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലം കിട്ടി, അപ്പൊ എന്തായി? നമ്മൾ അതിന്റെ സൊല്യൂഷൻസ് എല്ലാം ആലോചിക്കുന്നു. അതേപോലെ അതിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണോ, ലോജിക്കലി ആ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ആലോചിക്കുന്നു. അതെന്താണ്? കൺവേർജന്റ് പ്രൊഡക്ഷൻ ആണ്. പിന്നെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഇൻഫർമേഷൻ എത്ര വാലിഡ് ആണോ, അത് എത്ര ആക്യുറേറ്റ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ഇതാണ് എന്ത്? ഓപ്പറേഷൻസ് എന്ന് പറയുന്ന തലം, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഡയമെൻഷൻ.